ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നെന്താണ് ദിവസം? ഇന്നൊരു വ്യാഴാഴ്ച ആണല്ലേ? ഇന്നത്തെ പ്രത്യേകത എന്താ? നിങ്ങൾ പെട്ടെന്ന് കമൻറ്റ് ചെയ്തിട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കാം. ഓക്കെ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യട്ടെ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഓക്കെ, എല്ലാവരും കമൻറ്റ് ചെയ്തല്ലോ. അപ്പം ഞാൻ പറയാൻ പോവാണേ, ഇന്നൊരു പെസഹ വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഈ പെസഹ വ്യാഴാഴ്ചയ്ക്ക് എന്താണ് ഇത്ര പ്രത്യേകത? പെസഹ വ്യാഴാഴ്ചയിലാണ് ഈശോ നമുക്ക് കുർബാന സ്ഥാപിച്ചത്, അതേപോലെ തന്നെ പൗരോഹിത്യം സ്ഥാപിച്ചത് ഇന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു വചന വിചിന്തനമായിട്ടാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഓശാന ഞായറാഴ്ചത്തെ വചന വിചിന്തനം എല്ലാവരും കണ്ടു കാണുമല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ലൈക്ക് ചെയ്തോ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് വായിക്കാൻ കിട്ടിയിരിക്കുന്ന വചനം ഇതാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 11 വാക്യങ്ങൾ 23 മുതലാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. അപ്പോൾ നമുക്ക് ആദ്യം പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ദിവ്യമാം വെളിച്ചമേ, നീ നയിക്കൂ ഞങ്ങളെ, കർമ്മനിരതരാകുവാൻ ശക്തിയേകണേ വിഭോ. തൂണിയും തുരുമ്പിലും തൂമയാർന്ന വിണ്ണിലും വിളങ്ങിടും പ്രഭാവമേ, സകല ലോകനായക കനിവിയർന്നു ഞങ്ങളെ കാത്തുകൊള്ളുക നിത്യവും. ദിവ്യമാം വെളിച്ചമേ, നീ നയിക്കൂ ഞങ്ങളെ, കർമ്മനിരതരാകുവാൻ ശക്തിയേകണേ വിഭോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വായിക്കാം. പുതിയ ഉടമ്പടി. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിൽ നിന്നുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം, അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റു ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്യുന്നതിന് ശേഷം അപ്പം കഴിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ കൂട്ടുകാരെ, നമ്മളങ്ങനെ ആ ഒരു വചനം വായിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിചിന്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. നമ്മുടെ പണ്ടത്തെ ബൈബിളിൽ തന്നെ പുതിയ നിയമം പഴയ നിയമം എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഭജിച്ചിട്ടുണ്ട് രണ്ടായിട്ട്. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മുടെ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ മോശ രക്ഷിച്ചു കൊണ്ട് വന്നിരുന്നു. അപ്പോൾ ഈ ഇസ്രായേൽക്കാർ ഈ പെസഹ ആചരിക്കുന്നത് ഈജിപ്തിൽ നിന്ന് അവർക്ക് വിമോചനം ലഭിച്ച് അവരവിടുന്ന് കടന്നു പോയതിനുള്ള ഒരു ഇതായിട്ടാണ് അവർ പെസഹ ആചരിക്കുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് അവിടെ തടവിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫറവോ ഈ ഈജിപ്തിൽ നിന്നുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് തടവിലിട്ടതാണ്. അവരെ തടവുകാരായി ഇട്ടു, അവരെ അടിമകളാക്കി വെക്കുകയൊക്കെയാണ് ചെയ്തത്.
അപ്പോൾ അവിടെ നിന്ന് മോശയാണ് അവരെ രക്ഷിച്ചുകൊണ്ട് വന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവർ പെസഹ ആചരിക്കുന്നത്. അപ്പോൾ ഈ പെസഹ ആചരിക്കാൻ നേരത്ത് ഈ ഈശോയും ശിഷ്യന്മാരും പെസഹ ആചരിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ വന്നിപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ അതിലുള്ള ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. എന്താണ് അതിൻ്റെ തലക്കെട്ട്? പുതിയ ഉടമ്പടി അല്ലേ. പുതിയതായിട്ട് ഈശോ നൽകിയ ഉടമ്പടിയാണ് കൂട്ടുകാരെ അതിൽ നമ്മളെ ഈശോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈശോ ഇതിൽ പറയുന്നത് നമ്മുടെ ഈശോയുടെ ശരീരവും രക്തവും, അതായത് അപ്പവും വീഞ്ഞും. അപ്പോൾ ഈ അപ്പവും വീഞ്ഞും നമ്മൾക്ക് നൽകിയാണ് ഈശോ പറയുന്നുണ്ട്. ഈശോ ഒറ്റി കൊടുക്കപ്പെട്ട രാത്രിയാണ്. ഇന്ന് ഈശോയെ ഒറ്റി കൊടുക്കാൻ പോവുകയാണ്. യൂദാസ് കറിയോത്തെ ഈശോ ഒറ്റി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ രാത്രിയിൽ ഈശോ അപ്പം എടുത്തു. ഈശോയുടെ അപ്പം എടുത്ത് കൃതജ്ഞത അർപ്പിച്ചു, ദൈവത്തിന് അർപ്പിച്ച് അത് മുറിച്ച് കൊടുത്ത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. ഈശോ പറയുന്നു, ഇത് നിങ്ങൾക്ക് ഞാൻ നൽകുന്ന എൻ്റെ ശരീരമാണ്. അപ്പം എൻ്റെ ഓർമ്മയ്ക്കായി. അപ്പോൾ ഈശോ നാളെ മരിക്കാൻ പോകണമെന്ന് ഈശോയ്ക്ക് അറിയാം. അപ്പോൾ ഈശോ പറയാണ്, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേൻ. അപ്പോൾ ഈശോ ഇന്ന് കുർബാന സ്ഥാപിച്ചു. അപ്പോൾ ഈ ഓരോ കുർബാന അർപ്പിക്കുമ്പോഴും ഈ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമുക്ക് നമ്മുടെ ഈശോയുടെ ശരീരവും രക്തവും നമുക്ക് നൽകുന്നത്. അതേപോലെ തന്നെ അപ്രകാരം തന്നെ അവർ അത്താഴമൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മൾ അത്താഴം കഴിച്ചു കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വെള്ളമൊക്കെ കുടിക്കുക. അതേപോലെ തന്നെ ഈശോ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു. എന്താണ് ഈശോ അരുളി ചെയ്തത്? ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ഈശോ രക്തം എടുത്തിട്ടാണ് പറയുന്നത്, എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. അപ്പോഴാണ് ഈശോ നമുക്കൊരു പുതിയ ഉടമ്പടി തരുന്നത്. കേട്ടോ കൂട്ടുകാരെ? അപ്പോൾ നിങ്ങളിത് പാനം ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾ ഇത് കുടിച്ചോളുക. പിന്നെ അപ്പോഴും ഈശോ പറയുന്നു, ഈ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോ അത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം നമ്മൾ വീഞ്ഞും അപ്പവും അതായത് വെച്ചാൽ ഈശോയുടെ ശരീരവും രക്തവും നമ്മൾ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈശോ പറയുന്ന വേറൊരു കാര്യമാണ്, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഇതിലെന്താണ് നമ്മൾ കാണുന്നത്? എല്ലാവരും ഇപ്പോൾ നമ്മുടെ ക്രിസ്ത്യാനിസിലുള്ളത് കുംഭസാരം, അനുരഞ്ജനം എന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ ഒരു കുംഭസാരം കുംഭസാരം ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഈശോയുടെ ശരീരവും രക്തവും ഒക്കെ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. പിന്നെ കൂട്ടുകാരെ, കുംഭസാരിക്കുക എന്നത് എന്താണ്? ചുമ്മാ നമ്മുടെ പാപങ്ങളൊക്കെ ജസ്റ്റ് ഏറ്റു പറയുന്നു. അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ ഈശോയ്ക്ക് സങ്കടം ആ പാപത്തെ ഓർത്ത് അനുദപിക്കാതിരിക്കുന്നതാണ് അല്ലേ. അപ്പം നിങ്ങൾ കുമ്പസാരിച്ച് ആ പാപത്തെക്കുറിച്ച് അനുദപിച്ച് ഈശോയെ സ്വീകരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും പെസഹ മംഗളങ്ങൾ. അപ്പോൾ ബൈ ബൈ.